ദേവ് ട്രാവൽ വേൾഡിൻ്റെ 137ാമത്തെ വീഡിയോ. ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. മധ്യപ്രദേശിലെ ഗ്വാളിയോർ നഗരത്തിലൂടെയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബറിൻ്റെ സദസ്സിലെ ആസ്ഥാന ഗായകനായിരുന്ന മിയാൻ ടാൻസൻ്റെ ശവകുടീരം കാണണം. ശുചിത്വ പരിപാലനം ഇവിടെ നല്ല നിലയിൽ നടക്കുന്നതായി കണ്ടു. ടാൻസൻ മക്ബറയുടെ സമീപത്ത് നിന്ന് രണ്ട് സുഹൃത്തുക്കളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അക്കനം മുഹമ്മദ് നയീം ആൻഡ് മുഹമ്മദ് റാഷിദ്. പിന്നണിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടാൻസൻ മക്ബറയാണ്. മുന്നിൽ ഈ കടകമ്പോളങ്ങളാണ്, സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട്. വളരെ വിശാലമായ ഒരു സ്ഥലത്താണ് ടാൻസൻ്റെയും അദ്ദേഹത്തിൻ്റെ ഗുരുവായ മുഹമ്മദ് ഗോസിൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് മുന്നിലായി ഇപ്പോൾ കാണുന്നത് മിയാൻ ടാൻസൻ്റെ ഗുരുവായിരുന്ന മുഹമ്മദ് ഗോസിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന കെട്ടിടമാണ്. അറിയപ്പെടുന്ന സൂഫി സന്യാസിയും സംഗീതജ്ഞനുമായിരുന്നു മുഹമ്മദ് ഗോസ്. ടാൻസൻ്റെ രക്ഷിതാക്കൾക്ക് ആദ്യകാലത്ത് കുട്ടികളില്ലായിരുന്നു. മുഹമ്മദ് ഗോസിൻ്റെ അനുഗ്രഹത്താലാണ് ടാൻസൻ ജനിച്ചത് എന്ന് പറയപ്പെടുന്നു. രക്ഷിതാക്കളുടെ മരണശേഷം അനാഥനായ ടാൻസൻ മുഹമ്മദ് ഗോസിൻ്റെ സംരക്ഷണയിലാണ് വളർന്നത്. മുഹമ്മദ് ഗോസിൻ്റെ മാർഗനിർദ്ദേശത്തിൽ ടാൻസൻ സംഗീതത്തെ ഭക്തിയുടെയും ദൈവാനുഭവത്തിൻ്റെയും ഭാഷയായി കണ്ടു. ആത്മീയതയും സംഗീതവും ഇഴചേർത്തുകൊണ്ടാണ് മുഹമ്മദ് ഗോസ് ടാൻസനെ പരിശീലിപ്പിച്ചത്. മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ സ്ഥിതി ചെയ്യുന്ന മുഹമ്മദ് ഗോസിൻ്റെ ഈ മക്ബറ ഇന്നും സൂഫി സംസ്കാരത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്നു. വളരെ മനോഹരവും വിശാലവുമായ ഈ മൈതാനത്തിൻ്റെ ഏതാണ്ട് നടുവിലാണ് ഈ മക്ബറ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എത്തിയ ഞങ്ങൾ ആദ്യമായി കാണാൻ പോയത് ടാൻസൻ്റെ ശവകുടീരമാണ്. सामने वो इमली का पौधा लगा है जिसकी पत्ती चूसने से आवाज सुरीली बनती है। क्या वो? सामने वो इमली का पौधा लगा है जिसकी पत्ती चूसने से आवाज सुरीली व मधुर होती है। तानसेन जी उसी पेड़ के नीचे बैठ कर रहते हैं। മുഗൾ കാലത്തെ പ്രസിദ്ധ സംഗീതജ്ഞനായിരുന്ന മിയാൻ ടാൻസൻ്റെ മക്ബറയ്ക്ക് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ചെറിയ കെട്ടിടം, സ്ക്വയർ ആകൃതിയിലുള്ള കെട്ടിടമാണ് ടാൻസൻ്റെ മക്ബറ. തൊട്ട് പിന്നിലായി കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ മുഹമ്മദ് ഗോസിൻ്റെ മക്ബറയാണ്. ടാൻസൻ്റെ ശവകുടീരം ഒരിക്കൽ കൂടി നമുക്ക് കാണാം. ഇത് ടാൻസൻ്റെ ശവകുടീരമാണ്. തൊട്ടടുത്തായി അദ്ദേഹത്തിൻ്റെ പുത്രൻ്റെ ശവകുടീരവും. ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന മിയാൻ ടാൻസൻ നിരവധി പുതിയ രാഗങ്ങൾ രൂപപ്പെടുത്തി. മിയാൻ കി തോടി, മിയാൻ കി മൽഹാർ, ദർബാരി കാനഡ തുടങ്ങിയ രാഗങ്ങൾ അദ്ദേഹം രൂപപ്പെടുത്തിയതാണ്. ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിൻ്റെ അടിത്തറ സ്ഥാപിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ച ടാൻസൻ്റെ സംഗീതത്തിൽ ഹിന്ദു ഭക്തി പാരമ്പര്യവും സൂഫി ഭാവനയും ഇഴചേർന്നിരിക്കുന്നത് കാണാം. വേറെയും ശവകുടീരങ്ങൾ ഇവിടെയുണ്ട്. ഫാമിലി ലോഗ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ മക്ബറകളാണ് ഈ കാണുന്നത്. തൊട്ടടുത്തായി ഈ കോമ്പൗണ്ടിൽ തന്നെ ഒരു മോസ്ക്, ഒരു പള്ളിയും ഉണ്ട്. ആ പള്ളിക്ക് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. AD 1589 മരണമടഞ്ഞ ടാൻസൻ്റെ ശവകുടീരം നിൽക്കുന്ന കെട്ടിടവും ഈ പള്ളിയും ഗുരു മുഹമ്മദ് ഗോസിൻ്റെ ഈ ശവകുടീരവും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് മുഗൾ ശില്പകലാ ശൈലിയിലാണെന്ന് കാണാം. ശബ്ദ സൗകുമാര്യത്തിന് പുളിയില തിന്നുന്നത് നല്ലതാണെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഈ പുളിയുടെ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് പുളിയില തിന്നുകൊണ്ട് ടാൻസൻ അദ്ദേഹത്തിൻ്റെ ശബ്ദ സൗകുമാര്യം വർദ്ധിപ്പിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. ഈ പുളിമരത്തിൽ ഒരിക്കലും ഫലങ്ങൾ ഉണ്ടാവാറില്ലെന്ന് ഇവർ പറഞ്ഞു.
മുഗൾ ഭരണകാലത്ത് 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ കെട്ടിടങ്ങൾ യാതൊരു കേടുപാടുകളും സംഭവിക്കാതെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. AD 1562 അക്ബർ ചക്രവർത്തിയുടെ കാലത്താണ് ഈ കെട്ടിടത്തിന് തറക്കല്ലിട്ടതും പതിറ്റാണ്ടുകൾക്ക് ശേഷം പണി പൂർത്തീകരിച്ചതും. ടാൻസന്റെ ആത്മീയ ഗുരുവും സംഗീത ഗുരുവുമായിരുന്ന മുഹമ്മദ് ഗോസിൻ്റെ ശവകുടീരത്തിനടുത്തേക്കാണ് ഞങ്ങളിപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. രാംതനു പാണ്ഡെ എന്നായിരുന്നു ടാൻസന്റെ ആദ്യകാല പേര്. മുഹമ്മദ് ഗോസിൻ്റെ സംരക്ഷണയിൽ കഴിഞ്ഞ കാലത്ത് ഇസ്ലാം മതം സ്വീകരിച്ചതായി പറയപ്പെടുന്നു. ടാൻസനെ ഹിന്ദുസ്ഥാനി സംഗീത രംഗത്ത് അത്യുന്നതിയിലെത്തിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഗുരുവും ധ്രുപദ് സംഗീതജ്ഞനുമായിരുന്ന സ്വാമി ഹരിദാസിൻ്റെ പങ്ക് വളരെ വലുതായിരുന്നു. Itomo Muhammad Ghosh is Tansen teachers. ये मोहम्मद गौस का मकबरा है, ये तानसेन के गुरु थे. इन्हीं की दुआ से तानसेन पैदा हुए थे और बाद में उनको दफनाया गया था. 1562 में इसकी नींव रखी गई थी. 38 साल इसको बनने में लगा था. इसको ये पूरा बनने में ऊपर का सामने मस्जिद कंटिन्यू. जो भी लोग दिल की मन्नत मुराद तमन्ना लेके आते हैं, बाबा उसको पूरा करते हैं. ये सूफी संत कहलाते हैं. अकबर ने बनाया था इसको 1562 में. ये 450-500 साल पुराना. जिसके दिल में जो भी मन्नत मुराद आरजू होती है, बाबा पूरी करते हैं. तानसेन के माता पिता की कोई औलाद नहीं थी. बाबा की दुआ से ही तानसेन पैदा हुए थे. और बाद में उनके माता पिता का देहांत होने के बाद बाबा गौस की शरण में आ गए थे. इन्हीं ने उनको पाला पोसा बड़ा किया और बाद में संगीत सिखाया. संगीत गुरु स्वामी हरिदास जी थे, इन्होंने तानसेन को संगीत की शिक्षा दी. और बेजू बाबरा से जब मुकाबला हुआ था तो आपने राग गाया था, दीपक राग. तो उससे बेजू बाबरा बौखला गए थे. उसके बाद बेजू बाबरा की आखिरी इच्छा थी कि मैं तानसेन को इसके संगीत से ही हराऊंगा. तो बेजू बाबरा जब देख लिया तानसेन ने कि बेजू बाबरा हराना चाहते हैं, तो आपने अपना बजाने वाला तना तोड़ दिया था, जिससे बेजू बाबरा जीत गए थे और दुनिया की नज़रों में तानसेन हार गए थे. तो भी लोगों की दिल की मन्नत मुराद आरजू होती है, बाबा उसको पूरा करते हैं. मैं यहाँ का मेन पुजारी और बाबा गौस का हूँ. और हमारी आज नबी पीढ़ी चल रही है बाबा की सेवा में. जिसके दिल में जो भी ख्वाहिश आरजू होती है, बाबा के दरबार में मांगी जाती है. जिन लोगों की मैरिज नहीं होती है, वो पहले बाबा पे विश मांगते हैं मैरिज के लिए. फिर जब मैरिज फिक्स हो जाती है तो उनका इन्विटेशन कार्ड ये टंगे हुए आपको दिख रहे हैं, मैरिज इन्विटेशन कार्ड. സ്തുതിഗീതങ്ങളുമായി ബന്ധപ്പെട്ട അത്ഭുത കഥകളും പരമ്പരാഗത കഥകളും നിറഞ്ഞതാണ് മിയാൻ ടാൻസനെക്കുറിച്ചുള്ള അറിവുകൾ. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ദീപക് രാഗം പാടി വിളക്കുകൾ തെളിയിക്കുകയുണ്ടായെന്നും മേഘമൽഹാർ രാഗം പാടി മഴ പെയ്യിക്കുകയുണ്ടായെന്നുമുള്ള കഥകളും ഇക്കൂട്ടത്തിലുണ്ട്. അക്ബർ ചക്രവർത്തിയുടെ സദസ്സിലെ നവരത്നങ്ങളിൽ പ്രമുഖനായിരുന്ന മിയാൻ ടാൻസൻ അദ്ദേഹത്തിൻ്റെ ഹൃദയം കവർന്ന സംഗീതജ്ഞനായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വിവാഹം നടക്കാത്ത യുവജനങ്ങൾ മുഹമ്മദ് ഗോസിൻ്റെ ഈ മക്ബറയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ ഫലപ്രാപ്തി ഉണ്ടാകും എന്നൊരു വിശ്വാസം ആളുകളിലുണ്ട്. വിവാഹം നടന്നു കിട്ടാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ആളുകളുടെ കല്യാണം ഉറപ്പിച്ചാൽ ആദ്യ ക്ഷണക്കത്ത് ഇവിടെ സമർപ്പിക്കുന്ന ഒരു ചടങ്ങും ഇവിടെയുണ്ട്. അങ്ങനെ സമർപ്പിക്കപ്പെട്ട കല്യാണ കത്തുകളാണ് ഈ കാണുന്നവ. മുഹമ്മദ് ഗോസിൻ്റെ മക്കളുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും ശവക്കല്ലറുകളും ഇവിടെയുണ്ട്. ചരിത്രപ്രസിദ്ധമായ ഈ നിർമ്മിതി നല്ല നിലയിൽ സംരക്ഷിക്കുന്നതിനും അകവും പുറവും ഒരുപോലെ വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിനും ഇവർ കാണിക്കുന്ന ആത്മാർത്ഥത എടുത്തു പറയേണ്ടതാണ്. നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങുന്ന ഈ മണ്ണ് ചവിട്ടി നടക്കുമ്പോൾ ഒട്ടേറെ സംഭവ പരമ്പരകൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും സാംസ്കാരിക പാരമ്പര്യത്തെക്കുറിച്ചും അഭിമാനം തോന്നുന്ന നിമിഷങ്ങൾ. മധ്യപ്രദേശിലെ ചരിത്രപ്രസിദ്ധ നഗരമായ ഗ്വാളിയോറിലെ മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.